നമ്മൾ ഗ്രാഫിൽ കുറച്ചും കൂടി ടേംസ് ഉണ്ട് നമുക്ക് പരിചിതമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഒന്നും കൂടി എടുത്തത്. ഗ്രാഫ് പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ? ഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടാവും ഒരു ഗ്രാഫിന്? വെർട്ടിസസ്, എഡ്ജസ്. വെർട്ടെക്സ് ഉണ്ടാവും, എഡ്ജസ് ഉണ്ടാവും. അപ്പം ഗ്രാഫിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകൾ ഉണ്ട്. നമ്മൾ മറ്റേ വേറെ കംപ്ലീറ്റ് ഗ്രാഫ്, റെഗുലർ ഗ്രാഫ് അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു. എങ്കിലും അതിന് ഉപരിയായിട്ട് വേറെയും കുറച്ച് ഗ്രാഫ്സ് ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് ട്രിവിയൽ ഗ്രാഫ്. ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുമ്പം ഒരൊറ്റ നോഡ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഒരൊറ്റ വേർട്ടെക്സ്, അതിന് എഡ്ജസ് ഒന്നും കാണില്ല. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ വേർട്ടെക്സ്, ഇത് ചോദിച്ചതായിരുന്നേ ഒരു വട്ടം, ഒരൊറ്റ വേർട്ടെക്സിന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ട്രിവിയൽ ഗ്രാഫ്. വേറെ ഒന്നുമില്ല അതിന്, ഒരു പേരിട്ടെന്നേ ഉള്ളൂ അങ്ങനെ ഒരു ഗ്രാഫ്, ട്രിവിയൽ ഗ്രാഫ്. പിന്നെ ഉള്ളതാണ് പാരലൽ എഡ്ജ് ഓർ അത് ഗ്രാഫിനല്ല, അത് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇതൊരു ഗ്രാഫ് അല്ല. പാരലൽ എഡ്ജ് ഓർ മൾട്ടിപ്പിൾ എഡ്ജ് എന്ന് പറയുമ്പം അതെന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് വേർട്ടെക്സുകൾ തമ്മിൽ രണ്ട് കണക്ഷൻ വരിക, ഒന്നിങ്ങനെയും വേറൊന്ന് ഇങ്ങനെയും. അതിപ്പോൾ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നത്. അതായത് പാരലൽ എഡ്ജ്, മൾട്ടിപ്പിൾ എഡ്ജ് എന്ന് പറഞ്ഞാൽ രണ്ട് വേർട്ടെക്സുകൾ തമ്മിൽ ഒന്നിൽ കൂടുതൽ കണക്ഷൻ വരുന്നതിനാണ് പാരലൽ എഡ്ജ് ഓർ മൾട്ടിപ്പിൾ എഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ഗ്രാഫിലാണെങ്കിൽ പാരലൽ എഡ്ജ് ഒന്നും ഇല്ല. രണ്ട് വേർട്ടെക്സുകൾ തമ്മിൽ സിമ്പിൾ ഗ്രാഫിൽ ഒരൊറ്റ കണക്ഷൻ മാത്രമേ കാണുള്ളൂ. അതായത് എയും ബിയും തമ്മിൽ ഒരിക്കലും മൾട്ടിപ്പിൾ എഡ്ജ് കാണില്ല. ഏതില്? സിമ്പിൾ ഗ്രാഫിൽ എയും ബിയും തമ്മിൽ ഇങ്ങനെ മാത്രമേ കാണുള്ളൂ. ഇനി സെൽഫ് ലൂപ്പ് എന്താന്ന് ഓർമ്മയുണ്ടോ? ഒരു വേർട്ടെക്സിന് ഇങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്തതാണ് സെൽഫ് ലൂപ്പ് അല്ലേ? ഇപ്പൊ സിമ്പിൾ ഗ്രാഫിന് അതും കാണില്ല, സെൽഫ് ലൂപ്പും ഇല്ല, പിന്നെ എന്തില്ല? പാരലൽ എഡ്ജ് അല്ലെ മൾട്ടിപ്പിൾ എഡ്ജും സിമ്പിൾ ഗ്രാഫിന് ഇല്ല. ഇനി മൾട്ടി ഗ്രാഫ് ആണെങ്കിലോ? മൾട്ടി ഗ്രാഫ് ആണെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജ് ഉണ്ടാവും, എയും ബിയും തമ്മിൽ മൾട്ടിപ്പിൾ എഡ്ജ് കാണും. ഇനി സ്യൂഡോ ഗ്രാഫ് ആണെങ്കിൽ അത് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഗ്രാഫാണ്, മൾട്ടിപ്പിൾ എഡ്ജും കാണും, പിന്നെ എന്ത് കാണാം? സെൽഫ് ലൂപ്പും കാണും. എയും ബിയും തമ്മിൽ മൾട്ടിപ്പിൾ എഡ്ജും ഉണ്ട്, സെൽഫ് ലൂപ്പും ഉള്ള ഗ്രാഫാണ് സ്യൂഡോ ഗ്രാഫ്. ഇത് ട്രൂ ഓർ ഫോൾസ് ചോദിച്ച് വരാറുണ്ട്. ഇപ്പൊ സിമ്പിൾ ഗ്രാഫ്, മൾട്ടി ഗ്രാഫ്, സ്യൂഡോ ഗ്രാഫ് മാറിപ്പോവരുത്. പിന്നെ അതുപോലെ ട്രിവിയൽ ഗ്രാഫിന് ഒരൊറ്റ വേർട്ടെക്സേ ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ അതൊന്ന് മനസ്സിലാക്കി പോയിക്കോ. ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് കണ്ടെയ്ൻ ഓൺലി വൺ വേർട്ടെക്സ് ആൻഡ് നോ എഡ്ജ്. ട്രൂ ഓർ ഫാൾസ് ചോദിക്കേ, അപ്പോൾ എഡ്ജ് ഒന്നുമില്ല, ഒരൊറ്റ ഇങ്ങനെ ഒരു വേർട്ടെക്സ്, ഇങ്ങനെ ഒന്നിന് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ പേരാണ് ട്രിവിയൽ ഗ്രാഫ്. പിന്നെ പാരലൽ എഡ്ജ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മൾട്ടിപ്പിൾ എഡ്ജ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തമ്മിൽ ഒന്നിൽ കൂടുതൽ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സ്ട്രിക്റ്റ് ഗ്രാഫാണ്. സിമ്പിൾ ഗ്രാഫ് സ്ട്രിക്റ്റ് ആണ്, കാരണം അതിൽ എന്തൊക്കെ ഇല്ല? ലൂപ്സും കാണില്ല, മൾട്ടിപ്പിൾ എഡ്ജും കാണില്ല. മൾട്ടി ഗ്രാഫിലാണെങ്കിൽ സെൽഫ് ലൂപ്പ് ഒന്നും കാണില്ല, പക്ഷെ എന്ത് കാണും? മൾട്ടി ഗ്രാഫിന് മൾട്ടിപ്പിൾ എഡ്ജ് ഉണ്ടാവും, അല്ലെങ്കിൽ പാരലൽ എഡ്ജ് ഉണ്ടാവും. മൾട്ടി ഗ്രാഫ് മാറിപ്പോവാൻ സാധ്യത ഉള്ളതാണിത്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്യൂഡോ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, സെൽഫ് ലൂപ്പും കാണും, മൾട്ടിപ്പിൾ എഡ്ജും കാണും. ഇത് രണ്ടുമാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. സ്യൂഡോഗ്രാഫിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. സെൽഫ് ലൂപ്പ് കണ്ടില്ലേ ഇവിടെ? സെൽഫ് ലൂപ്പ് അതന്നെ ഒന്ന് കൂടുതലുണ്ട്. മൾട്ടി ഗ്രാഫ് എന്ന് പറയുമ്പോൾ സെൽഫ് ലൂപ്പ് ഇല്ല, പക്ഷെ ഇതാ മൾട്ടിപ്പിൾ എഡ്ജ് ഉണ്ട്, V1 ഉം V4 ഉം തമ്മിൽ. മനസ്സിലായോ? പിന്നെ ഉള്ളത് നൾ ഗ്രാഫ്. നൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഓഫ് ഓർഡർ n and size 0, that is graph which contain n number of vertices but do not contain any edge. അപ്പോൾ നമുക്ക് ട്രിവിയലും നൾ ഗ്രാഫും അവർ ക്വസ്റ്റ്യനിൽ നമുക്ക് മാറിപ്പോകാൻ സാധ്യത ഉള്ളതുപോലെ തരാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നൾ ഗ്രാഫിൽ വേർട്ടെക്സിന്റെ എണ്ണം ഒന്നാവണം എന്നില്ല, n നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടാവും, പക്ഷെ എന്താണ്? എഡ്ജ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രിവിയൽ അങ്ങനെയല്ല, ട്രിവിയലിൽ എഡ്ജ് മാത്രമല്ല ഇല്ലാത്തത്, വേർട്ടെക്സ് ആകെ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് രണ്ടും അങ്ങനെ കമ്പയർ ചെയ്തിട്ട് പഠിക്കണം, നൾ ഗ്രാഫും ട്രിവിയലിന് ഒരൊറ്റ വേർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ഇനിയുള്ളതാണ് കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഇതെവിടെയാണ് വരുന്നത്? കണക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കണക്ഷൻ ഉണ്ടാവും, അത് തന്നെ അല്ലേ മീനിങ്. കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് G is said to be connected if for any pair of vertices of a graph
റീച്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഏതെങ്കിലും? ഇപ്പം ഇവിടെ എയും സിയും തമ്മിൽ എയിൽ നിന്ന് സിയിലേക്ക് കണക്ഷൻ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. ഇനിയിപ്പോ ഇങ്ങനെ ഇവിടെ ഒന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആണോ എന്ന് വെച്ചാല് സിയും ഡിയും കണക്റ്റഡ് ആണോ? അല്ല, ഇതൊരു കണക്റ്റഡ് ആണോ നോക്കണമെങ്കിൽ എന്താണ്, ഏതെങ്കിലും വഴിക്ക് ഈ ഡിയിലേക്ക് എത്താൻ പറ്റുമോ? ഡി മാത്രല്ല ഓരോ വേർട്ടെക്സിലേക്കും എങ്ങനെയെങ്കിലും റീച്ചബിൾ ആണോ എന്നാണ് കണക്റ്റഡിൽ നോക്കുന്നത്. നമ്മൾ സാധാ മീനിങ് തന്നെ, കണക്ഷൻ ഉണ്ടോന്ന്. അപ്പൊ ഇവിടെ ഇത് കണ്ടില്ലേ, ഇതിപ്പം കണക്റ്റഡ് ആണ്. ഇതും ഒരു ഗ്രാഫാണ്. ഗ്രാഫിൽ നമുക്കൊരു തമ്മിൽ ഇങ്ങനെ ഇത് തമ്മിൽ കണക്ഷൻ, എന്താ പറയാ, ഒരു എഡ്ജ് എല്ലാം തമ്മിൽ വേണമെന്നില്ലല്ലോ. ഇതൊക്കെ ഗ്രാഫ് തന്നെയാണല്ലോ. ഇങ്ങനെ വെറും 3 വേർട്ടെക്സ് വെച്ചാലും അതും ഒരു ഗ്രാഫാണ്. അപ്പൊ ഇത് രണ്ടും കൂടിയുള്ള ഫിഗർ ഒരു ഗ്രാഫാണ്. പക്ഷെ ഇത് എന്താണ്, കണക്റ്റഡ് അല്ല. ഈ ഗ്രാഫിനെ പറയുന്നത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. എന്നുവെച്ചാൽ ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടുന്ന് ഇപ്പൊ എയിൽ നിന്ന് എത്താനുള്ള വേ ഉണ്ടോ? എയിൽ നിന്ന് ഇവിടേക്ക് റീച്ചബിൾ അല്ല അല്ലേ? ഡിയിലേക്ക് എയിൽ നിന്ന് റീച്ചബിൾ അല്ലല്ലോ. ഇതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നോണ്ടായിരിക്കുമല്ലേ മിണ്ടാണ്ടിരിക്കുന്നത്. കണക്റ്റഡും ഡിസ്കണക്റ്റഡും സിമ്പിൾ അല്ലേ? ഇതാ ഇവിടെ ഒരു ബന്ധവും ഇല്ല. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു വഴിയും ഇല്ല. ഈ ഒരു വേർട്ടെക്സ് എടുത്ത് ഈ വേർട്ടെക്സ് എടുത്ത്, അതായത് ഗ്രാഫിലുള്ള എല്ലാ വേർട്ടെക്സുകളിലേക്കും എത്താൻ ഏതെങ്കിലും ഒരു പാത്ത് വരണം. ഇതിപ്പോ ഇവിടെ ഒരു ഡി ആണെങ്കിലും ഈ എയിൽ നിന്ന് എങ്ങനെ പോവാ, ഇങ്ങനെയൊക്കെ പോവാലോ. ഡിയിലേക്ക് എത്താൻ വഴിയുണ്ടല്ലോ. പക്ഷെ ഇവിടത്തെ ഡിയിലേക്ക് ഈ എയിൽ നിന്ന് എത്തില്ല. അപ്പൊ അതൊരു കണക്റ്റഡ് അല്ല, ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഇവിടെ അങ്ങ് കണക്ഷൻ പോയി, ഡിയിലേക്ക് കണക്ഷൻ പോയി, അതാണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഇങ്ങനെയുള്ള ഇതിന് എന്താ പറയാ, ഇവിടെ എന്താന്നാ പറയാ, ഇത് കമ്പോണൻസ്. എത്ര കമ്പോണൻസ് ഉണ്ട് ഇവിടെ ഡിസ്കണക്റ്റഡ് ഗ്രാഫില്? ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫില് കമ്പോണൻസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഡിസ്കണക്ട് ആയ കമ്പോണൻസ്, കമ്പോണൻസ് എന്ന് പറയും. ഇവിടെ ഇപ്പൊ 2 കമ്പോണൻസ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ 1 കമ്പോണന്റ്. ഇനി ഇതിൽ നിന്ന് വരുന്ന വേറൊരു, ഒരു മിനിറ്റ്, കാണുന്നുണ്ടല്ലോ. ഇതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. എന്താണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്? എ ഡയറക്റ്റഡ് ഗ്രാഫ് ഈസ് സ്ട്രോങ്ലി കണക്റ്റഡ് ഇഫ് ദർ ഇസ് എ പാത്ത് ബിറ്റ്വീൻ ഓൾ പെയർ ഓഫ് വേർട്ടിസസ്. നമ്മൾ നേരത്തെ കണക്ഷൻ എന്ന് പറഞ്ഞു, പക്ഷെ അതൊരു ഡയറക്ഷൻ ഇല്ലായിരുന്നു. ഇനി ഡയറക്ഷൻ ഉള്ളതിൽ എല്ലാ വേർട്ടിസസിലേക്കും റീച്ചബിൾ ആയതിനെ പറയുന്നതാണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. ചോദിക്കാറുണ്ട് എത്ര സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ട്. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിലുള്ള ഡിസ്കണക്റ്റഡ് ആയതിന് നമ്മൾ കമ്പോണൻസ് എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഇപ്പം ആ കമ്പോണൻസ് മീനിങ് അല്ല, എങ്കിലും സ്ട്രോങ്ലി കണക്റ്റഡ് ആയ, ഡിസ്ജോയിന്റ് ആയതല്ല, ഡിസ്കണക്റ്റഡ് ആയതും അല്ല. പിന്നെന്താണ് സ്ട്രോങ്ലി കണക്റ്റഡ്? ഒരു ഗ്രാഫില് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ എല്ലാ വേർട്ടിസസിലേക്കും ഡയറക്ഷൻ വരണം. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇതിൽ ഡയറക്റ്റഡ് ഗ്രാഫിലെ ഇത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ നോക്ക്, ഈ 102 എടുത്ത് നോക്കുകയാണ് നമ്മൾ. 102 ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുക്കുമ്പോഴും അതിലേക്ക് ഡയറക്ഷൻ ഉണ്ടോ നോക്കി നോക്ക്. ഇപ്പൊ നമ്മൾ 1 ഉം 2 എടുത്തു. 1 ഉം 2 എടുക്കുമ്പോൾ 1ലേക്ക് 2ൽ നിന്ന് ഡയറക്ഷൻ ഇങ്ങനെ തന്നെ ഉണ്ട്. ഇനി 2ൽ നിന്ന് 0യിലേക്ക് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. 2ൽ നിന്ന് 0യിലേക്ക് ഡയറക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ അവിടേക്ക് എത്താനുള്ള എന്തെങ്കിലും റീച്ചബിൾ ആയ എന്തെങ്കിലും ഉണ്ടോ? പാത്ത് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. 2ൽ നിന്ന് 0യിലേക്ക് പാത്ത് ഉണ്ടോ? നേരെ ഒരു എന്താ പറയാ എഡ്ജ് വേണമെന്നില്ല. നമ്മൾ ഒരു കമ്പോണൻസ്, അതായത് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് എടുക്കുമ്പോൾ അതിലുള്ള ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്താലും അതിലേക്ക് ഒരു പാത്ത് വേണം. ഇപ്പൊ 2 0 എന്ന് പറയുമ്പോൾ 2ൽ നിന്ന് 0യിലേക്ക് പാത്ത് ഉണ്ടോ നോക്കാൻ എങ്ങനെയാ? ഡയറക്ഷൻ നോക്കുക. 2ൽ നിന്ന് 0യിലേക്ക് എത്തുന്നുണ്ട്. ഇനി ഇതിൽ ഏതൊരു പെയർ ഉണ്ട്? ഏതൊക്കെ നോക്കാനുണ്ട്? നമ്മളിപ്പോ നോക്കിയത് 2 1, ഇനി 1 0. 1 0 ഡയറക്റ്റ് തന്നെയുണ്ട്. ഇനി 0 1, 0യിൽ നിന്ന് 1ലേക്ക്
അപ്പൊ നമ്മൾ ഏത് പെയർ ഇപ്പൊ ഈ ഒരു ഗ്രാഫിലെ കമ്പോണൻസ് ആക്കുവാണ്, സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. അങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കമ്പോണന്റിലെ ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്താലും അതിലേക്ക് ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിലിപ്പോ ഈ 3 സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ആണ്. കാരണം എന്താ, നമ്മൾ ഏത് വേർട്ടെക്സ് നമ്പർ എടുത്താലും ഇതിൽ നിന്ന് രണ്ടാമത്തേതിലേക്ക് ഒരു പാത്ത് ഉണ്ട്. അത് ഡയറക്റ്റ് എഡ്ജ് ആവണമെന്നില്ല. മനസ്സിലായോ? പാത്ത് മതി. പാത്ത് എന്ന് പറയുമ്പോൾ വേറെ ഏതില്ലെങ്കിലും കൂടി അവിടെ എത്തിയാൽ മതി. പക്ഷെ റിപ്പീറ്റ് ഒന്നും ചെയ്യരുത്. അതായത് ഒന്നിലൂടെ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വേർട്ടെക്സിലൂടെ ഒന്നും പോവാതെ, ഇവിടെ ഇപ്പം ഡയറക്റ്റ് ഉണ്ടല്ലോ, അപ്പം 102 ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് അല്ലേ? ഇനിയുണ്ടോ? ഈ ഗ്രാഫിൽ ഇനി സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ഉണ്ടോ? ബാക്കിയുള്ളതില്ലേ 3, 4 ഇല്ലേ, അതും പറ്റൂല. നമുക്ക് കണക്ഷൻ പോയിക്കൂടെ? 2 3ലേക്കും പോയിക്കൂടെ? 2 3ലേക്ക് പോയി 3നെ ഇവരുടെ കൂട്ടത്ത് കൂട്ടാനാണെങ്കിൽ ഇവിടെ ഇപ്പൊ 3 ചേർത്താൽ ഇതിലുള്ള ഏത് പെയർ എടുക്കുമ്പോഴും അവരിലേക്ക് ഒരു വഴി വേണം. അതായത് 3 1 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്ത് നോക്കുമ്പോ 3 1ലേക്ക് ഉണ്ടോ? സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയുമ്പോൾ അതാണ് സംഭവം. ഫുൾ അതിൽ ഏത് പെയർ എടുത്താലും നമുക്ക് അതിലേക്ക് ഒരു പാത്ത് വേണം. 3യെ ഇതിലേക്ക് ചേർത്താൽ 3 വേറെ എവിടേക്കും പാത്ത് കൊടുക്കുന്നില്ല. 3 റിട്ടേൺ വരാൻ പറ്റുന്നില്ല അല്ലേ? അതാണ്. ആ, അപ്പൊ വേറെ ഏതാ ഇതിൽ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്? വേറെ ഉണ്ടോ? 3ഉം 4ഉം ചേർക്കാൻ പറ്റുമോ? 3 4 ചേർത്താൽ നമ്മൾ പിന്നെ അവരെ പെയർ ആക്കുമ്പോൾ 4 to 3 ഉണ്ടോന്നും കൂടി നോക്കണം. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം അതൊരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് അല്ല. അപ്പൊ ഇവിടെ ഇനി ഇത് 3 ഒറ്റക്കും 4നെ ഒറ്റക്കും ആയിട്ടേ നമുക്ക് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എത്ര സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ഉണ്ട്? 3 സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഈ 3 4 ഒന്നിച്ച് ചെയ്ത് പോവുകയോ ഒന്നും ചെയ്യരുത്. അല്ലെങ്കിൽ ഈ 3നെ ഇതിന്റെ കൂടെ ചേർക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ആ ഒരു വേർട്ടെക്സിന്റെ സെറ്റ് നമ്മൾ എഴുതുമ്പോൾ അതിൽ ഏതെങ്കിലും 2 പെയർ എടുത്ത് നോക്കിയാൽ അതിലേക്ക് പാത്ത് വേണം. അപ്പൊ 3ലേക്ക് പാത്ത് ഉണ്ടെങ്കിലും 3 വേറെ ആരെങ്കിലും വെച്ച് പാത്ത് നമുക്ക് കിട്ടുന്നില്ല, റീച്ചബിൾ അല്ല. അപ്പൊ ഡയറക്ഷൻ ഉള്ള ഗ്രാഫിലാണ്, ഡയറക്റ്റഡ് ഗ്രാഫിലാണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് നടക്കുന്നത്. പിന്നെന്താണ്, സ്ട്രോങ്ലി കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലേക്കും, അതായത് നമ്മൾ എടുക്കുന്ന സെറ്റിലെ എല്ലാ പെയറിലേക്കും പാത്ത് വേണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 3 സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ട്. ക്ലിയർ ആണോ? മിഥു മനസ്സിലായിട്ടുണ്ടോ? സൈക്കിൾ വരില്ല. സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്തായാലും സൈക്കിൾ പോലെ കുഴപ്പമില്ല. അതെ അതെ അതെ. ഇത് നോക്ക്, ഇത് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഈ ഗ്രാഫില് ഹൗ മെനി സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ആർ ദർ? ഇതെടുത്ത് നോക്കുമ്പം ഇതുണ്ടോ? ഇ നിന്ന് വേറെ ഒന്നിലേക്കും ഇല്ല. അപ്പൊ ഈനെ ഇതിലേക്ക് കൂട്ടാൻ പറ്റില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് ചെറുതൊക്കെ എടുത്തു നോക്ക്. കാണുന്നുണ്ടല്ലോ ഫിഗർ? 4 മിസ് ആൻസർ. അല്ല, നോക്ക് ഏതാന്ന് പറ. സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് ഒന്ന്. ABC കുഴപ്പമില്ലല്ലോ, ABCD കുഴപ്പമില്ലല്ലോ. ABCDയോ? അപ്പൊ ഡിന്ന് ബിയിലേക്ക് ഉണ്ടോ? ഡിന്ന് എയിലേക്ക് ഉണ്ടോ? ഡി അവിടെ ഒരിക്കലും പുറത്തേക്ക് ഒരു ഫ്ലോ കൊടുക്കുന്നില്ല അല്ലേ?
വേറെ ആരെങ്കിലും നോക്ക്. ഇവിടെ ഒന്നുമില്ലേ? ABC പറ്റൂലേ ഒരു സെറ്റ്? ABC ആ ABC പറ്റൂല. ABC കൂടെ കൂട്ടിക്കൂടെ? ABCF ഇത് നോക്കിയാ നിങ്ങള് ABCF ആണ്. അപ്പൊ നോക്കുമ്പോ ഏതെങ്കിലും രണ്ടെണ്ണൊക്കെ എടുത്തു നോക്കാം. എന്ന് എഫിലേക്ക് ഉണ്ടോ? എന്ന് എഫിലേക്ക് എത്തുന്നുണ്ട്, ഓക്കെ ആണ്. ഇനി BF എടുത്തോ ഡയറക്റ്റ് തന്നെ ഉണ്ട്. ഇനി എയും സി എടുത്താല് ഇങ്ങനെ പോവാ അല്ലെ? Bന്ന് സിയിലേക്ക് എത്തി. ഇനി സിന്ന് എയിലേക്ക് പോവാ, ബിയിലേക്ക് പോവാ, ഇങ്ങനെ പോയാൽ എഫിലേക്ക് എത്തും. അപ്പൊ ഇതൊരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായിണ്ടോ എങ്ങനെയാ ഇതിപ്പോ എടുത്തതെന്ന്? എല്ലാത്തിലേക്കും ഒരു പാത്ത് വരണം, റിപ്പീറ്റ് ചെയ്യാതെ തന്നെ എല്ലാത്തിലേക്കും ഒരു പാത്ത്. ഏത് പേരെടുത്താലും അതിലേക്കൊക്കെ ഒരു പാത്ത് വരണം. ഇനി ഏതെങ്കിലും ഉണ്ടോ? നമ്മൾ നോക്കിയപ്പോ ഡിയിൽ നിന്ന് ഒന്നിലേക്കും ഇല്ലാത്തത് കൊണ്ട് ഡി ഒരിക്കലും ആരുടെയും കൂടെ ചേർക്കാൻ പറ്റില്ല അല്ലെ? ഇവിടെ കൊടുത്താലും ഇയും അങ്ങനെ എന്താ പറയാ വേറെ ഒന്നിലേക്ക് ഫ്ലോ കൊടുക്കുന്നില്ല. ഇനി ജി ആണെങ്കിലും ഓക്കെ. അപ്പൊ എത്ര സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ആണ്? 1 2 3 4 5. ഓക്കെ ആണോ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്? കണക്റ്റഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ തന്നെ കണക്ഷൻ ഉണ്ടാവുന്നതാണ്. അതിൽ സ്ട്രോങ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പേരെടുത്താലും അതിലേക്ക് ഒരു പാത്ത് വരണം. അത് ഡയറക്റ്റ് എഡ്ജ് ആവണം എന്നല്ല, വേറെ ഏതെങ്കിലും വഴിയായിട്ട് അതിലേക്ക് ഒരു പാത്ത് എടുത്താൽ മതി. ഇപ്പൊ ഇവിടെ എയും എഫും നോക്കുമ്പോൾ ABF അതാണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് അല്ലെ? ആ കമ്പോണൻസ് നമ്മൾ ഒരു കമ്പോണന്റ് എടുക്കുമ്പോൾ അതിലുള്ള ഏത് പേരെടുത്താലും അതിലേക്ക് ഒരു പാത്ത് ഉണ്ടാവും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന വേറൊന്നാണ് ക്ലിക്ക്. ക്ലിക്കും ഏകദേശം ഇതൊക്കെ പോലെ തന്നെ. ക്ലിക്ക് ഈസ് എ സബ്ഗ്രാഫ് ഓഫ് ഗ്രാഫ് such that all vertices in subgraph are completely connected with each other. എന്താണ് ക്ലിക്ക് എന്ന് പറയുമ്പോൾ? ഒരു ഗ്രാഫിന്റെ സബ്ഗ്രാഫ് ആണ്, പക്ഷെ ഡയറക്ഷൻ ഒന്നുമില്ല. ഇവിടെ എന്താണ് നമ്മൾ എടുക്കുന്ന ആ സബ്ഗ്രാഫ് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയ ഇതിന് നമ്മൾ എന്താ പറയാ? കംപ്ലീറ്റ് ഗ്രാഫ് തന്നെ അല്ലേ? അപ്പൊ ഇതിന്റെ സബ്ഗ്രാഫ് എന്തായിരിക്കണം? ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇപ്പം നമുക്ക് ഈ ക്ലിക്കിനെ എത്രയാക്കി മാറ്റാം? സബ്ഗ്രാഫുകളാക്കിയിട്ട്. ഇത് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ആണ്, നേരത്തെ പോലത്തെ പാത്ത് ഒന്നുമല്ല. അതായത് 3ഉം 4ഉം എടുത്താൽ 4ന്ന് 3യിലേക്ക് വേണമെന്നൊന്നുമില്ല. കണക്ഷൻ അവ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായാൽ മതി. അപ്പൊ ഇവിടെ ഒരു ക്ലിക്ക് ആയിക്കൂടെ? കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ മതി. മനസ്സിലായിണ്ടോ? ക്ലിക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ, പക്ഷെ ഇവിടെ എന്താണ്? സബ്ഗ്രാഫില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടായാൽ മതി. ഇതിപ്പോ ഈ 102 എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഏത് പേര് തമ്മിലും ഒരു ഒറ്റ എഡ്ജ്. നേരത്തെ 3ഉം 4ഉം നമ്മൾ എടുക്കാൻ എന്താ വെച്ചാൽ 4ന്ന് 3യിലേക്ക് ഒരു പാത്തൊന്നും ഇല്ലായിരുന്നു. 3 അത് ഡയറക്ഷനും കൂടി ഉള്ളത് കൊണ്ടായിരുന്നു. ഇവിടെ ഡയറക്ഷൻ ഒന്നും പ്രശ്നമില്ല, ഡയറക്ഷൻ ഇല്ലാത്ത ഗ്രാഫാണിത്. ഇപ്പൊ ഇവിടെ എത്ര ക്ലിക്കുകളുണ്ട്? 0 1 2 ഒരു ക്ലിക്ക്, 3 4 ഒരു ക്ലിക്ക്. അപ്പൊ 2 ക്ലിക്കാണ് ഇവിടെ ഉള്ളത്. 2 ക്ലിക്ക്. ഏതാ? ഇതാണോ? എങ്ങനെ 103 എടുക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് മറ്റേ നമ്മളെ എന്താ പറയാ കംപ്ലീറ്റ് ഗ്രാഫ് അല്ലേ നമ്മള് KN, അതായിരിക്കണം. ഇതാ കണ്ടില്ലേ? കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഇത് 3 എടുത്ത് എന്തുകൊണ്ടാ? 0 1 2യില് ഏതെടുത്ത് നോക്കിയാലും അവര് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട്. കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞ മീനിങ് മനസ്സിലായില്ലേ? 1ഉം 2ഉം തമ്മിൽ ഇതാ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്.
സീറോയും 2ഉം തമ്മിൽ ഇതാ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, 1ഉം 0ഉം തമ്മിൽ ഇതാ ഇവിടെ കണക്ഷൻ ഉണ്ട്. നമ്മുടെ KN കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കണം ക്ലിക്കിന്റെ സബ് ഗ്രാഫ്. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ 3 നിങ്ങൾ ഉൾക്കൊള്ളിച്ചാല് 3യിൽ നിന്ന് 2ലേക്കും വേണമായിരുന്നു, 3യിൽ നിന്ന് 1ലേക്കും വേണമായിരുന്നു. 3 0 മാത്രം പോരാ, വിത്ത് ഈച്ച് അതർ എല്ലാവരുമായിട്ട് ഒരു എഡ്ജ് വരണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്രാഫ് ആയിരുന്നെങ്കിൽ അതുകൂടി ചേർക്കാൻ പറ്റുള്ളൂ. സബ് ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കണം. കംപ്ലീറ്റ് ഗ്രാഫ് മറന്നുപോയോ? ഇതൊക്കെ അല്ലേ കംപ്ലീറ്റ്. അപ്പൊ 0ഉം 3ഉം പറ്റുമോ? ഇവിടെ ഇപ്പൊ ഇതിന് ഇങ്ങനെ ഉൾപ്പെടുത്തിയത് കൊണ്ട് സബ് ഗ്രാഫ് ആണല്ലോ. സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എല്ലാ വേർട്ടീസസും വരണം. പക്ഷെ എല്ലാ വേർട്ടീസും എന്താ പറയാ, ഇതിപ്പോ ഒരു വട്ടം കൂട്ടിയത് പിന്നെ സബ് ഗ്രാഫ് ആവില്ലല്ലോ, അത് എടുത്തു കഴിഞ്ഞല്ലോ. ഇവിടെ 2 ക്ലിക്ക് ആണുള്ളത്. ഡൗട്ട് മാറിയോ? മനസ്സിലായോ? KN ആയിരിക്കണം സബ് ഗ്രാഫ്. മനസ്സിലായിണ്ടോ? ഇനി നമ്മുടെ ഗ്രാഫിലും വേറൊരു തരം ട്രീ ഉണ്ട്. അതായത് നേരത്തെ പഠിച്ച ട്രീ അല്ലാത്ത വേറൊരു തരം ട്രീ. അതായത് നമ്മൾ മുമ്പ് പറയുന്നതിന് ഒരു റൂട്ട് ഉണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു ട്രീ അല്ലേ. നമ്മുടെ ഗ്രാഫ് തിയറിയിൽ എങ്ങനെയും ആവാ ട്രീ. അത് എന്താ വെച്ചാൽ ലൂപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ സൈക്കിൾ ഇല്ലാത്തതൊക്കെ തന്നെ ട്രീ ആയിട്ടാണ് ഇതിൽ കൺസിഡർ ചെയ്യാറ്. ഇതിലെന്താണ് ശ്രദ്ധിക്കാനുള്ളത്? ട്രീ വിത്ത് n വേർട്ടീസസ് ഉണ്ടെങ്കിൽ n-1 എഡ്ജ് ആയിരിക്കും. പിന്നെ ലീഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ഉള്ളതിനെ ലീഫ് എന്ന് പറയും. എക്സാമ്പിൾസ് നോക്കിയാൽ മനസ്സിലായി. ഇതൊക്കെ ഗ്രാഫ് തിയറി പ്രകാരം ട്രീ ആണ്. ഇതൊന്നും നമ്മൾ നോർമലി ഇതൊന്നും ട്രീ ആയിട്ട് കരുതാറില്ലല്ലോ, പക്ഷെ ഗ്രാഫില് വരുമ്പോ ഇതൊക്കെ ട്രീ ആണ്. ഇതൊക്കെ ഓക്കെ, ഇതും ട്രീ ആണ്. 1 വേർട്ടെക്സ് ഉള്ളത് ഒരു ട്രീ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ട്രീ അല്ലാന്ന് വിചാരിക്കേണ്ട വിചാരിച്ചിട്ടാണ് ട്രീ ഗ്രാഫ് തിയറിയിൽ ഇതൊക്കെ ട്രീ ആന്ന് പറഞ്ഞത്. ഇനി ഈ ട്രീയിൽ നിന്ന് വരുന്ന ഒരു ടേം ആണ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഈസ് എൻ അൺഡയറക്റ്റഡ് ഡിസ്കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രീ ആണ്, അതുകൊണ്ട് എന്താണ് അത് അസൈക്ലിക് ആണ്. ട്രീ മീൻസ് കംപ്ലീറ്റ് ഒരു ട്രീ അല്ല. ട്രീ എന്താ പറയാ, ഗ്രാഫില് കണക്ഷൻ ഇല്ലാത്തതിനെ നമ്മൾ ഫോറസ്റ്റ് ആക്കി എടുക്കും. ഇനി കണക്ഷൻ ഇല്ലാത്ത ഈ ഒരു കമ്പോണന്റ് ഒരു ട്രീ ആയിരിക്കും, അടുത്ത കമ്പോണന്റ് അടുത്ത ട്രീ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ, അസൈക്ലിക് ഗ്രാഫ് ആണ്. ട്രീയിൽ ഒരിക്കലും സൈക്കിൾ കാണില്ല. പിന്നെ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലായത്? ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്കണക്റ്റഡ് ആയ ഗ്രാഫ്. ഡിസ്കണക്റ്റഡ് ആയ വേറെ എന്തൊക്കെ ഗ്രാഫ് തിയറി? ഫോറസ്റ്റ് ഈസ് എൻ അൺഡയറക്റ്റഡ് ഡിസ്കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. എ ഡിസ്ജോയിന്റ് കളക്ഷൻ ഓഫ് ട്രീ ഈസ് നോൺ ആസ് ഫോറസ്റ്റ്. ട്രീയുടെ ഡിസ്ജോയിന്റ് ആയ ട്രീ സെറ്റിനെയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ വന്നിട്ട് എത്ര ഫോറസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഡിസ്ജോയിന്റ് ആയ ട്രീസിന്റെ എണ്ണാണ് ഫോറസ്റ്റ് ആയിട്ട് മീൻ ചെയ്യുന്നത്. ഈച്ച് കമ്പോണന്റ് ഓഫ് ഫോറസ്റ്റ് ഈസ് എ ട്രീ. ഇത് ഫോറസ്റ്റ് എന്താന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഫോറസ്റ്റ് എന്താ മനസ്സിലായിട്ടുണ്ടോ? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രാഫ് തരാണെങ്കിൽ ഇതിലെ ഡിസ്ജോയിന്റ് ആയ ട്രീ, ഇതൊരു ട്രീ ഇതൊരു ട്രീ, ഈ ഡിസ്ജോയിന്റ് ആയ ട്രീകളെയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് PSCക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെറ്റ് ഓഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഡിസ്ജോയിന്റ് ട്രീസ് ആർ കോൾഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ കിട്ടില്ല ഫോറസ്റ്റ്. അപ്പൊ ഡിസ്ജോയിന്റ് ട്രീസ് എന്ന് പറയുമ്പോൾ എന്താ, അസൈക്ലിക് ആയിട്ടുള്ള എങ്ങനെയെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ ട്രീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാല് ഡിസ്ജോയിന്റ് ആയി ഇതൊന്ന് അടുത്തത് ഇത്. അപ്പൊ ഡിസ്ജോയിന്റ് ആയ ട്രീസിനെ പറയുന്ന പേരാണ് ഫോറസ്റ്റ്. അപ്പൊ ഇതില് ഇത് രണ്ടെണ്ണത്തിന് കമ്പോണൻസ് എന്ന് പറയും. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കണക്ഷൻ ഇല്ലാത്തതിന് നമ്മൾ കമ്പോണൻസ് എന്നല്ലേ പറയാം. അപ്പൊ ഫോറസ്റ്റിൽ നിന്ന് വേറൊരു ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഹൗ മെനി എഡ്ജസ് ക്യാൻ ദർ ബി ഇൻ എ ഫോറസ്റ്റ് വിത്ത് p components having n vertices in all? n vertices ഉണ്ട്, p components ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ എന്താ പറയാ ഇക്വേഷൻ ആയിട്ട് ഓർക്കുന്നില്ലെങ്കിൽ ചെറിയൊരു ഗ്രാഫ് എന്താണ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ട്രീനെ അങ്ങ് വരച്ചാൽ മതി. ഇതൊരു ഫോറസ്റ്റ് അല്ലേ? ഈ ഫോറസ്റ്റിൽ ഇപ്പം എത്ര കമ്പോണൻസ് ഉണ്ട്? 2. എത്ര വേർട്ടിസസ് ഉണ്ട്?
7. 7. അപ്പൊ എന്താ പിന്നെ എഡ്ജസ് ഇസ് ഈക്വൽ ടു 1 2 3 4 5. അപ്പൊ എന്താ റിലേഷൻ ഇതിലുള്ള n മൈനസ് പി? വേറെ ഏതായാലും n പ്ലസ് പി ആവില്ല, n പ്ലസ് 2p ആവില്ല, n മൈനസ് പി n ആവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഗ്രാഫ് വരച്ചിട്ട് വേണം നമ്മൾ ആൻസർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ്, അല്ലെങ്കിൽ പഠിച്ചു വെക്കുക ഹൗ മെനി എഡ്ജസ്. ഒരു ഫോറസ്റ്റിന്റെ കേസിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. ഈ ഇക്വേഷനേ ഉള്ളൂ പിന്നെ ഫോറസ്റ്റിൽ. അപ്പോൾ ഫോറസ്റ്റ് എന്താണെന്ന് ഓർക്കുക. ഡിസ്ജോയിന്റ് സെറ്റ്സ് ഓഫ് ട്രീ ആണ് ഫോറസ്റ്റ്. പിന്നെ ഫോറസ്റ്റിൽ ഓർക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. കമ്പോണൻസ് പി ആണെങ്കിൽ എഡ്ജസിന്റെ എണ്ണം n മൈനസ് പി ആണ്. n വേർട്ടിസസും p കമ്പോണൻസും. ഇപ്പൊ നമ്മൾ നേരത്തെ ഗ്രാഫ് ഒക്കെ എടുത്തു നോക്കിയാലും ഇവിടെ ഇപ്പം വേർട്ടിസസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 20 വേർട്ടെക്സ്, 2 കമ്പോണൻസ്. എഡ്ജ് എത്രയായിരിക്കും? 18 എഡ്ജ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 8. അയ്യോ കൂടിപ്പോയോ എനിക്ക്? 1 2 3. ഞാനിവിടെ 4 ആയിരുന്നു എണ്ണിയത്. എണ്ണി നോക്കിയോ? 18 അല്ലേ കിട്ടുന്നേ? 18. അപ്പൊ ഓക്കെ, മനസ്സിലായല്ലോ? ആകെ ഫോറസ്റ്റിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ഡിസ്ജോയിന്റ് ട്രീയും പിന്നെ കമ്പോണൻസ് വരുമ്പോ n മൈനസ് പി ആണ് എഡ്ജസിന്റെ എണ്ണം. ഇനി നമുക്ക് സ്പാനിങ് ട്രീ നമ്മൾ പഠിച്ചതാണെങ്കിലും സ്പാനിങ് ട്രീന്ന് വേറെ ഒരു എന്തോ നമുക്ക് നോക്കാം. സ്പാനിങ് ട്രീ എന്തായിരുന്നു? സബ് ഗ്രാഫ് ആയിരിക്കും. മിനിമം സ്പാനിങ് ട്രീ അല്ല, സാധാ സ്പാനിങ് ട്രീ. സ്പാനിങ് ട്രീ എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിന്റെ എല്ലാ വേർട്ടെക്സും വേണം. പിന്നെന്താണ്, വേർട്ടെക്സുകൾ കണക്റ്റഡ് ആയിരിക്കണം, സൈക്കിൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ അല്ലേ സ്പാനിങ് ട്രീ? ഓർമ്മയില്ലേ കാര്യങ്ങള്? അപ്പൊ നമ്മൾ സ്പാനിങ് ട്രീ വരക്കുമ്പം ആദ്യം എല്ലാ വേർട്ടെക്സും വേണം. പക്ഷെ എല്ലാ വേർട്ടെക്സിനും തമ്മിൽ കണക്ഷൻ വേണം, പക്ഷെ സൈക്കിൾ വരാൻ പാടില്ല. ഇതൊരു സ്പാനിങ് ട്രീ ആയിക്കൂടെ? ഇതിലുള്ള എഡ്ജസ് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളേ, നമ്മളായിട്ട് പുതിയ എഡ്ജ് ഒന്നും ഉണ്ടാക്കരുത്. പിന്നെന്തൊക്കെ പാടുണ്ട്? ഇങ്ങനെയൊന്നും വരക്കാലോ അല്ലേ? ഇതൊക്കെയായിരുന്നു സ്പാനിങ് ട്രീകൾ അല്ലേ? സ്പാനിങ് ട്രീ എന്ന് പറയുമ്പം എല്ലാ വേർട്ടെക്സും ഉണ്ട്, ഇതിലുള്ള എഡ്ജസ് യൂസ് ചെയ്തിട്ട് അതിനെ കണക്റ്റഡ് ആയിട്ട് വരക്കണം, സൈക്കിൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ മിനിമം സ്പാനിങ് ട്രീ എടുക്കുമ്പോൾ എന്തായിരുന്നു? മിനിമം വെയിറ്റ് ആയിരിക്കണം. അതിനാണ് നമ്മൾ മിനിമം സ്പാനിങ് ട്രീ വരക്കാറ്. അപ്പൊ സ്പാനിങ് ട്രീന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ യൂസിങ് 5 അൺലേബിൾഡ് വേർട്ടിസസ്. 5 വേർട്ടിസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര സ്പാനിങ് ട്രീ ഉണ്ടാക്കാം? അപ്പൊ അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ അവർ മാക്സിമം ആണ് ഉദ്ദേശിക്കുന്നത്. മിനിമം അതായത് 5 എന്താ പറയാ 5 വേർട്ടിസസ് ഉള്ള എന്ത് ഗ്രാഫും ആവാലോ, എന്ത് ഗ്രാഫും ആവാം. അപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് മീൻ ചെയ്യുന്നത്? ഏറ്റവും മാക്സിമം, ഏറ്റവും എക്സ്ട്രീം ആയിട്ട് അത് എത്ര എണ്ണം വരക്കാൻ പറ്റുന്നതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പം ഒരു ഗ്രാഫിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ എഡ്ജസ് വരുന്ന ഗ്രാഫ്? കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കും അല്ലേ? കംപ്ലീറ്റ് ഗ്രാഫ് ആകുമ്പോഴല്ലേ നമ്മൾ ഏതെങ്കിലും ഒന്ന് വരക്കാണെങ്കിൽ എത്ര എഡ്ജ് വരുന്നുണ്ട്, ഏറ്റവും മാക്സിമം എഡ്ജസ് വരുന്ന ഗ്രാഫ് അല്ലേ? എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് അല്ലേ? അപ്പൊ കംപ്ലീറ്റ് ഗ്രാഫിലാണ് ഏറ്റവും കൂടുതൽ എഡ്ജസ് വരുന്നത്. അപ്പോൾ സ്പാനിങ് ട്രീ വരക്കുമ്പോഴും നമ്മൾ ഏറ്റവും മാക്സിമം ഒക്കെ വരുന്നത് കംപ്ലീറ്റ് ഗ്രാഫിന്റെ കേസ് ആയിരിക്കും. അപ്പൊ കംപ്ലീറ്റ് ഗ്രാഫിനാണ് ഒരു ഇക്വേഷൻ ഉള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർക്കുള്ളത്? കംപ്ലീറ്റ് ഗ്രാഫിനാണ്. അപ്പൊ kn എന്നാണല്ലേ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യൽ. അപ്പൊ n⁻n−2 ആണ് കംപ്ലീറ്റ് ഗ്രാഫിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതൊക്കെ കുറെ വട്ടം കാണുമ്പോൾ നിങ്ങൾ പിന്നെ ഇക്വേഷൻ അങ്ങ് ഓർത്തോളൂ. ആദ്യം തന്നെ കാണുമ്പോൾ എത്രയാ ഇക്വേഷൻ എന്ന് വിചാരിക്കണ്ട. കുറെ വട്ടം കാണുമ്പോൾ ഓക്കെ
പിന്നെ ഇത് കാണുമ്പോൾ ഇത് ഓപ്ഷനിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കും. കുറെ ക്വസ്റ്റ്യൻ ചെയ്യണം, അപ്പോഴേ മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പൊ എന്താണ് ഇത്? കംപ്ലീറ്റ് ഗ്രാഫിനാണ് ഈ ഇക്വേഷൻ. പക്ഷെ ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഉള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും കുറവുള്ളതല്ലല്ലോ. അപ്പൊ ടോട്ടൽ എത്ര സ്പാനിങ് ട്രീ 5 വേർട്ടിസസ് കൊണ്ട് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അത് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെതാക്കി മീനിങ് എടുത്തിട്ട് നമ്മൾ ആ കംപ്ലീറ്റ് ഗ്രാഫിൽ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായ n⁻n−2 യൂസ് ചെയ്യണം. അപ്പൊ 5⁻3 125. അപ്പൊ എന്താണ്? n⁻n−2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ ഓഫ് എ കംപ്ലീറ്റ് ഗ്രാഫ്. ഓക്കെ ആണല്ലോ? ഇനി വരുന്നതാണ് മാച്ചിങ്. A matching graph is a subgraph of a graph where there are no edges adjacent to each other. മാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്ന ഗ്രാഫിന്റെ സബ് ഗ്രാഫ് ആയിരിക്കും, പക്ഷെ ഒരു എന്താ പറയാ അഡ്ജസന്റ് എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരു എഡ്ജ് നമ്മൾ 2 വേർട്ടിസസ് വരച്ചെങ്കിൽ പിന്നെ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. സൈക്കിൾ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ പോലെ അതിലും അപ്പുറം ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഒരു എഡ്ജ് വരച്ചാൽ പിന്നെ ഇവിടുന്ന് ഒരു എഡ്ജോ ഒന്നും വരക്കാൻ പാടില്ല, അഡ്ജസന്റ് ആയിട്ട് എഡ്ജ് വരക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ ഏതൊക്കെ വരാൻ പാടുള്ളൂ? ABCD ആണെങ്കിൽ ഇതിന്റെ മാച്ചിങ് ഗ്രാഫ് വേർട്ടിസസ് എന്തായാലും അത് വരണം. സബ് ഗ്രാഫിൽ അങ്ങനെയല്ലേ? സബ് ഗ്രാഫ് എന്താന്ന് ഓർമ്മയില്ലേ? ഒരിക്കലും വേർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്യരുത്. ഇതിന്റെ എയും ബിയും AB വരച്ചാൽ പിന്നെ സിയും ഡിയും. ഇനിയിപ്പോ എയും ഡിയും ആയിരുന്നു നമ്മൾ വരച്ചെങ്കിൽ ബിയും സിയും. അതാണ് മാച്ചിങ്. മാച്ചിങ് എന്ന് പറയുമ്പോൾ മാച്ച് എന്താണ്? സബ് ഗ്രാഫ് ആണ്, ഒരിക്കലും അഡ്ജസന്റ് എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം എന്താ മനസ്സിലാക്കാൻ പറ്റും? എയുടെ ഡിഗ്രി എത്രയാ? 2 ഉണ്ടോ? 2 എഡ്ജ് ഉണ്ടോ എക്ക്? ഇവിടെ അല്ല, നമ്മൾ മാച്ചിങ് വരച്ചതിന് ശേഷം എയുടെ ഡിഗ്രി 1, ബിയുടെ ഡിഗ്രി 1, സിയുടെ ഡിഗ്രി 1, ഡിയുടെ ഡിഗ്രി 1. അപ്പൊ എന്താണ്? ഡിഗ്രി ഒരിക്കലും 1നേക്കാളും കൂടാൻ പറ്റില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം ഡിഗ്രി. ഏതില്? മാച്ചിങ്ങില്. നമ്മൾ മാച്ചിങ് വരച്ചു കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ ഡിഗ്രി 1ൽ കൂടുതലായാൽ എന്താ മീനിങ്? അഡ്ജസന്റ് ആയിട്ട് എഡ്ജസ് വന്നു. ഇവിടെ ഒരു എഡ്ജ് വരുമ്പോഴാണല്ലോ എക്ക് ഡിഗ്രി 2 വരുന്നത്. അപ്പൊ എന്താണ്? അഡ്ജസന്റ് എഡ്ജ് വന്നു. അപ്പൊ അഡ്ജസന്റ് എഡ്ജ് വരുന്നില്ലാത്തത് കൊണ്ട് ഡിഗ്രി എന്തായാലും 1 കൂടുതലാവില്ല. ഇനി ഇതിന് അവസാനത്തെ സംഭവം എന്ന് പറഞ്ഞത് ഡിഗ്രി ഓഫ് ബി എഴുതിയിട്ടുള്ള ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ മാച്ചിങ് എടുത്തു. അതല്ല, അത് മനസ്സിലായി. ആ ഇക്വേഷനിലെ ടേംസ് ഇല്ലേ, വീട് അപ്പുറത്തുള്ള ടേംസ്, അത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. അതാണ് ചോദിച്ചത്. ഫോർ ഓൾ എന്നൊക്കെ പറയുന്നത് ഈ ഫുൾ വേർട്ടെക്സിലെ എല്ലാ വേർട്ടിസസിനും ഇത് ബാധകമാണെന്നാണ് ഈ മീനിങ്. ഫോർ ഓൾ, എല്ലാത്തിനും. അതാണ് ഇതിന്റെ മീനിങ് തന്നെ. ഫോർ ഓൾ ആണ്, എല്ലാവർക്കും ബാധകമാണ്. ഏത്? ഈ വേർട്ടെക്സ് സെറ്റിലെ ഇത് എന്ന് പറഞ്ഞാൽ എലിമെന്റ് ഓഫ് ജി. ഈ ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സുകൾക്കും ബാധകമായ ഒരു ഇക്വേഷൻ ആണ് ഇത് എന്നാണ് മീനിങ്. ഈ ഓൾ, ഈ പറയുന്ന ലെഫ്റ്റിലുള്ള സംഭവം എന്താണ്? ഗ്രാഫിലുള്ള ഫോർ എവരി. ഇതെന്ന് പറഞ്ഞാൽ അത് 2 മീനിങ് ആണ്. ഇത് ഫോർ എവരിയും ഇത് ഫോർ ഓളും. ഫോർ എവരി എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ ഗ്രാഫിലെ എലിമെന്റ് എന്താണ്? ഗ്രാഫിലെ എലിമെന്റ് ആണ് വി, ഫോർ എവരി. എന്നിട്ട് ഫോർ ഓൾ, എല്ലാവർക്കും ബാധകമാണ്. ആർക്ക്? ഡിഗ്രി ഓഫ് വേർട്ടക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഏത് വേർട്ടെക്സിന് എടുത്താലും, ഒരാൾക്ക് മാത്രമല്ല, ABCD ഏതെടുക്കുകയാണെങ്കിലും നമുക്ക് ഇത് ബാധകമാണെന്നാണ് ഇതിന്റെ മീനിങ്. അപ്പം മനസ്സിലായോ മാച്ചിങ് എന്താണെന്ന്? ഇനി ഇതിന്റെ മാച്ചിങ് തന്നെ, അതായത് ഇങ്ങനെ 2 എഡ്ജ് വരക്കാതെ വേണമെങ്കിൽ നമുക്ക് ഒരൊറ്റ എഡ്ജ് വെച്ചിട്ടും ആക്കാം. അതായത് ഇവിടെ ABCD ഉണ്ടെങ്കിൽ ഇത് മാത്രം, ഇതും ഒരു മാച്ചിങ് ആണ് അല്ലേ? ഇവിടെ അപ്പൊ ഡിഗ്രി 0 ആയി. ഡിഗ്രി ഇവിടെ 1 അല്ലെ ലെസ് ദാൻ 1 ആവാൻ പറ്റും എന്നാണ് പറഞ്ഞത് മാച്ചിങ്ങില്. ഇതൊരു സബ് ഗ്രാഫ് ആണല്ലോ ഈ ഗ്രാഫിന്റെ. ഇവിടെ നോക്കുമ്പോ ഇതെല്ലാം മാച്ചിങ് ആണ്. ഇത് ഫിഗർ എന്തോ തെറ്റാണ് കേട്ടോ.
സിയും ബിയും തമ്മിലുള്ള ഇങ്ങനെയുള്ള ഒരു ലൈൻ എങ്ങാനും കൺസിഡർ ചെയ്താൽ മതി. ഇതില്ല. എന്താ വെച്ചാൽ ഇതേ ഫിഗറാണ് ഇവിടെ ഉള്ളത്. അപ്പം കണ്ടോ, ഇവിടെ എഡ്ജ് ഇല്ലാതെ ഇതൊക്കെ ഓരോ വേർട്ടെക്സ് മാത്രമായിട്ട് ഇതൊക്കെ മാച്ചിങ് ആണ്. കാരണം എന്താണ്, ഡിഗ്രി ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ <0 ആവാൻ പറ്റും. ഓക്കെ ആണോ? ഇനി ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. മാക്സിമൽ മാച്ചിങ്. A matching M of graph G is said to be maximal if no other edges of G can be added to M. എന്താണ് മാക്സിമൽ ആവുന്നത്? ഇതിൽ കൂടുതൽ എഡ്ജ് നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുന്ന മാച്ചിങ്ങിനെയാണ് മാക്സിമൽ മാച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി ഒന്നും നമുക്ക് എക്സ്ട്രാ ഒരു എഡ്ജ് ആഡ് ചെയ്യാൻ പറ്റൂല. കാരണം ആഡ് ചെയ്താൽ അത് അഡ്ജസന്റ് ആയി പോകും. ഇവിടെയും അങ്ങനെയാണ്, ഇവിടെയൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ നോക്ക്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു മാച്ചിങ് എടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇവിടെ ഈ ഒരു എഡ്ജ് ആഡ് ചെയ്യായിരുന്നു. ഈ ഒരു ഫിഗർ ആണെങ്കിലും മാച്ചിങ് ആണ്, പക്ഷെ മാക്സിമൽ മാച്ചിങ് ആണോ? അല്ല അല്ലേ? മനസ്സിലായില്ലേ? മാക്സിമൽ മാച്ചിങ് എന്ന് പറയുമ്പോൾ ഇനി ഒന്നും ഒരു എഡ്ജും അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത മാച്ചിങ്. മാക്സിമൽ ആയിട്ട് അതേ പറ്റുള്ളൂ, അതിൽ കൂടുതൽ എഡ്ജ് അതിൽ വരക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഡിഗ്രി ഒക്കെ കൂടിപ്പോവും. ഇനി മാക്സിമം മാച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് വരുന്ന മാച്ചിങ്. ഇതിൽ വരുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് എഡ്ജ് വരുന്നത് ഇതാണ്. മാക്സിമൽ മാച്ചിങ്ങിൽ മാക്സിമം എഡ്ജ് വരുന്ന ഇതാണ്. നമ്മൾ മാക്സിമൽ മാച്ചിങ് എടുത്തതിന് ശേഷം അതിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജ് വരുന്ന മാച്ചിങ്ങിനെയാണ് മാക്സിമം മാച്ചിങ് എന്ന് പറയുന്നത്. അതിൽ എഡ്ജസിന്റെ, അതായത് മാക്സിമം ആയ എഡ്ജസിന്റെ എണ്ണത്തിനാണ് മാച്ചിങ് നമ്പർ എന്ന് പറയുന്നത്. മാച്ചിങ് നമ്പർ ടേംസ് ഓർക്കണേ. മാച്ചിങ് നമ്മൾ പഠിച്ചു. മാക്സിമൽ മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കി. മാക്സിമലിൽ നിന്ന് മാക്സിമം എത്തി. ഇനി മാക്സിമത്തിലുള്ള എഡ്ജസിന്റെ എണ്ണത്തിന് പറയുന്നതാണ് മാച്ചിങ് നമ്പർ. ഓക്കെ ആണോ? ഇനിയുള്ളതാണ് പെർഫെക്റ്റ് മാച്ചിങ്. എ മാച്ചിങ് എം ഓഫ് എ ഗ്രാഫ് said to be perfect match if every vertex of graph G is incident to exactly one edge of the matching. എന്താണ്? എല്ലാ വേർട്ടെക്സും ഒരൊറ്റ എഡ്ജ് മാത്രം ഇൻസിഡന്റ് ആവുന്ന കേസ്. അതായത് ഡിഗ്രി നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏത് വേർട്ടെക്സിനും ഫോർ ഓൾ വേർട്ടെക്സ് ഡിഗ്രി ഓഫ് ബി 1 ആയിരിക്കണം. 0 ആവുന്ന കേസ് വരാൻ പാടില്ല. അതിന് പറയുന്ന പേരാ പെർഫെക്റ്റ് മാച്ചിങ്. പെർഫെക്റ്റ് മാച്ചിങ് ക്വസ്റ്റ്യൻ ഉള്ളതാണ്. അപ്പൊ എന്താണ്? എല്ലാ വേർട്ടെക്സിന്റെയും ഡിഗ്രി 1 ആയിരിക്കണം. ഇത് കണ്ടില്ലേ? ഇതിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഡിഗ്രി 1, ഇത് 1, ഇവിടെ 1, ഇത് 1. ഇത് എടുക്കുമ്പോൾ അങ്ങനെ തന്നെ. അപ്പൊ പെർഫെക്റ്റ് മാച്ചിങ്. ഓരോ വേർട്ടെക്സ് എടുത്താലും അതിന് ഒരൊറ്റ എഡ്ജേ അതിൽ നിന്ന് വരുന്നുള്ളൂ. പെർഫെക്റ്റ് മാച്ചിങ് എന്താന്ന് മനസ്സിലായോ? ഇനി ഇതിൽ നിന്ന് പെർഫെക്റ്റ് മാച്ചിങ്ങിന്റെ എണ്ണമൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് ഇതെന്താണെന്നൊന്ന് ക്ലിയർ ആയി നോക്കിയേ. ഓക്കെ ആണോ? അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി പെർഫെക്റ്റ് മാച്ചിങ് ആർ ദർ ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് 6 വെർട്ടിസസ്? കംപ്ലീറ്റ് ഗ്രാഫിൽ എത്ര പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ടാവും? നമ്മൾ നേരത്തെ പഠിച്ച സ്പാനിങ് ട്രീന്റെ കേസ് ആണെങ്കിലും അത് കംപ്ലീറ്റ് ഗ്രാഫിനായിരുന്നു നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചത്. അതുപോലെ ഇവിടെയും കംപ്ലീറ്റ് ഗ്രാഫിന് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്, പെർഫെക്റ്റ് മാച്ചിങ് കണ്ടുപിടിക്കാനുള്ള. അതും 2n എഴുതിയിട്ടാണ് ഇക്വേഷൻ. അതായത് ഇവിടെയുള്ള നമ്പർ 2n ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. K2n എത്ര പെർഫെക്റ്റ് മാച്ചിങ് ഉണ്ടെന്ന് വെച്ചാൽ 2n ഫാക്ടോറിയൽ ബൈ ഒരു ഇക്വേഷൻ ആണ് 2n into n ഫാക്ടോറിയൽ. പഠിക്കാൻ എളുപ്പം ഉണ്ടാവില്ല അല്ലേ? വലിയൊരു ഇക്വേഷൻ. 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2n into n ഫാക്ടോറിയൽ. അപ്പൊ 2n എന്ന് പറയുമ്പം ഇവിടുത്തെ 6 ആണ് 2n. അപ്പൊ n എന്താ? 2 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ. കംപ്ലീറ്റ് ഗ്രാഫിന്റെ ഹൗ മെനി പെർഫെക്റ്റ് മാച്ചിങ് എന്ന് ചോദിച്ചാൽ K2n. Kn അല്ല, n ആയിട്ട് എടുത്തു പോവരുത്. അവർ ആ ആൻസറും തരും, അങ്ങനെ തരാറുണ്ട്. അതായത് ഈ 6
എടുത്തിട്ട് 2 into 6 12 ഫാക്ടോറിയൽ ചെയ്തു പോകുന്ന വിധത്തിലുള്ള ആൻസറും ഉണ്ടാവും. അപ്പൊ 2n k2n is equal to 2n factorial divided by 2 raised to n into n factorial. ഇവിടെ 6 factorial വരും divided by 2 raised to 3 factorial. ഇക്വേഷൻ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫിന് 2 ഇക്വേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞു. സ്പാനിങ് ട്രീ ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പാനിങ് ട്രീ n raised to n minus 2 ഉണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഗ്രാഫിന് എത്ര പെർഫെക്റ്റ് മാച്ചിങ് എന്ന് വെച്ചാൽ 2n factorial by 2 raised to n into n factorial. ഇങ്ങനെ പറഞ്ഞ് ഇനി ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നെ എഴുതി നോക്കും. ഇനി ഇതൊരു ബൈപാർട്ടേറ്റ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ പെർഫെക്റ്റ് മാച്ചിങ് കംപ്ലീറ്റ് ഗ്രാഫിലും ചോദിക്കാറുണ്ട്. കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അപ്പം K44 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യേണ്ടത്? മുകളിൽ 4 വേർട്ടിസസ് ഉണ്ടാവും, താഴെയും 4 വേർട്ടിസസ് ഉണ്ടാവും. എന്നിട്ട് എങ്ങനെയാ ഇവരെല്ലാരും തമ്മിൽ കംപ്ലീറ്റ് ആയതുകൊണ്ട് എല്ലാരും തമ്മിൽ ഒരിക്കലും ഇവിടെ ഉള്ളവര് ആ സെറ്റിലായിട്ട് കണക്ഷൻ കാണില്ല, ഇവിടെ ഉള്ളവരും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല. പക്ഷെ മുകളിലും താഴോട്ടുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്റ്റഡ് ആയിരിക്കും അല്ലേ? അതാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫിൽ നമ്പർ ഓഫ് പെർഫെക്റ്റ് മാച്ചിങ് ചോദിച്ചാൽ n ഫാക്ടോറിയൽ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോ KNN 4 ഫാക്ടോറിയൽ 24. അപ്പൊ എന്താണ് പെർഫെക്റ്റ് മാച്ചിങ്? പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിനെ സബ് ഗ്രാഫ് ആക്കി മാറ്റിയപ്പോൾ അതിന്റെ എല്ലാ വേർട്ടെക്സും ഡിഗ്രി 1 ആണെങ്കിൽ ആ സബ് ഗ്രാഫിനെയാണ് നമ്മൾ പെർഫെക്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ പെർഫെക്റ്റ് മാച്ചിങ് കംപ്ലീറ്റ് ഗ്രാഫിനും ബൈപാർട്ടേറ്റ് ഗ്രാഫിനും നമ്പർ ഓഫ് പെർഫെക്റ്റ് മാച്ചിങ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 raised to n into n ഫാക്ടോറിയൽ. ഇനി കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണെങ്കിൽ n ഫാക്ടോറിയൽ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ഇതെല്ലാം കംപ്ലീറ്റ് തന്നെയല്ലേ വരുള്ളൂ, അങ്ങനെയല്ലേ ഇത് പറയാൻ സാധനം ഇക്വേഷന്? ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് പെർഫെക്റ്റ് മാച്ചിങ് ബൈ പാർട്ടീഷന്റെ ഗ്രാഫ് എന്ന് മാത്രം പറയില്ലല്ലോ, കംപ്ലീറ്റ് തന്നെയല്ലേ? അങ്ങനെ വരുള്ളൂ, മറ്റേതിനൊന്നും ഇക്വേഷൻ ആയിട്ടില്ല. ഇനിയിപ്പോ ടോട്ടൽ നമ്പർ ഓഫ് പെർഫെക്റ്റ് മാച്ചിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇല്ലെങ്കിലും ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എടുക്കണം. ഏറ്റവും കൂടുതൽ വരെ കംപ്ലീറ്റ് ഗ്രാഫിനായിരിക്കും. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ഇല്ലാതെ ടോട്ടൽ നമ്പർ ഓഫ് പെർഫെക്റ്റ് മാച്ചിങ് ഫോർ ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളതായിരിക്കും അവർ ആ ക്വസ്റ്റ്യനിൽ മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ എന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ ഗ്രാഫ് തിയറി പ്രകാരം. അപ്പൊ കംപ്ലീറ്റ് എന്ന് പറയാതെ അങ്ങനെ തന്നാലും നമ്മൾ ഇതന്നെ യൂസ് ചെയ്യണം. ടോട്ടൽ നമ്പർ എന്നൊക്കെ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എഡ്ജസ് വരിക അപ്പൊ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റിനായിരിക്കും എന്ന് മീൻ ചെയ്തിട്ട് n ഫാക്ടോറിയൽ തന്നെ ചെയ്യണം. ഓക്കെ ആണോ ഇതുവരെ? ഇനി വരുന്നതാണ് സെൽഫ് ബാലൻസിങ് ട്രീസ്. അപ്പൊ ഇതൊന്നും അങ്ങനെ ഒരുപാടായിട്ട് സിലബസിൽ പറയുന്നില്ല, ഇതിന്റെ അൽഗോരിതം ആയിട്ടൊന്നും പഠിക്കും വേണ്ട. പക്ഷെ ഏതാണ് താഴെ പറയുന്നതിൽ സെൽഫ് ബാലൻസിങ് ട്രീ എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അപ്പൊ സെൽഫ് ബാലൻസിങ് അല്ലെങ്കിൽ ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ അങ്ങനെ പറയുന്നത് എന്താണ്? അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീയിൽ ഇൻസേർഷനോ ഡിലീഷനോ ഒക്കെ വരുമ്പം ഹൈറ്റിന് പ്രശ്നം വരും അല്ലെ? ഇൻസേർട്ട് ചെയ്യുമ്പോൾ താഴോട്ടേക്ക് പോകുന്നു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നു, അപ്പോഴൊക്കെയും അതിന്റെ ബാലൻസ് ഹൈറ്റ് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ഒക്കെ പറയുന്ന ട്രീസ് ആണ് സെൽഫ് ബാലൻസിങ് ഓർ ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ എന്ന് പറയല്. അപ്പൊ ഇതിന്റെയൊക്കെ നോർമലായിട്ട് ഈ സെൽഫ് ബാലൻസിങ് ട്രീക്ക് എല്ലാ ഓപ്പറേഷനും ഓർഡർ ഓഫ് ലോഗ് എന്നിലാണ് നടക്കുന്നത്. അപ്പൊ ഹൈറ്റും അവർ ഓർഡർ ഓഫ് ലോഗ് എന്നിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ആണ് പഠിക്കാറ്. റെഡ് ബ്ലാക്ക് ട്രീയും
ഏവിയൽ ട്രീയും. ഇനി ഏവിയൽ ട്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് തന്ന ഇതെന്താന്ന് പെട്ടെന്ന് ടെൻഷൻ ആവണ്ട. ഇത് ഇവരാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇതിന്റെ പേര് അഡൽസൺ, വെൽസ്കി ആൻഡ് ലാൻഡിസ്. അതാണ്. ഇനി ഏവിയൽ എന്ന് തരാതെ ഇത് തന്നാൽ കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ ഇവര് കണ്ടുപിടിച്ചുകൊണ്ട് അവരുടെ പേര് വെച്ചിട്ട് ഏവിയൽ ട്രീ എന്ന് പറയുന്നു. അപ്പൊ സെൽഫ് ബാലൻസിങ് ഓർ ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ ആണ് റെഡ് ബ്ലാക്ക് ട്രീയും ഏവിയൽ ട്രീയും. റെഡ് ബ്ലാക്ക് ട്രീക്കൊക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ട് 4 പ്രോപ്പർട്ടി ഉണ്ട്. ഒക്കെ പഠിക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുകയാണെങ്കിൽ റൂട്ട് ബ്ലാക്ക് ആയിരിക്കണം. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞിരുന്നുണ്ട്. റൂട്ട് ബ്ലാക്ക് ആയിരിക്കണം. പിന്നെ എന്താണ്, അഡ്ജസന്റ് ആയിട്ട് റെഡ് പാടില്ല. ബ്ലാക്കിന്റെ എണ്ണം റൂട്ട് തൊട്ട് ലീഫ് വരെ കൃത്യമായിരിക്കണം, ഇപ്പുറത്തും ഇപ്പുറത്തൊക്കെ. അങ്ങനെ കുറെ 4 പ്രോപ്പർട്ടീസ് ഉണ്ട് റെഡ് ബ്ലാക്ക് ട്രീക്ക്. ഇതൊന്നും ഇപ്പൊ അൽഗോരിതം ഇല്ലാത്തതുകൊണ്ട് വേണ്ടി വരൂല എന്ന് വിചാരിക്കുന്നു. സിലബസിൽ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കാം. പിന്നെന്താണ് ഏബിയൽ ട്രീ. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത്, സെൽഫ് ബാലൻസിങ് ഓർ ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ. അപ്പൊ ഇവരെ എങ്ങനെയാണ് സെൽഫ് ബാലൻസ് ചെയ്യുന്നത്? അങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത്? ത്രൂ റൊട്ടേഷൻ. റൊട്ടേഷൻ ഇല്ലേ, പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? റൊട്ടേഷൻ ഒന്നും ഇപ്പൊ പഠിക്കാനല്ല, ഞാൻ വെറുതെ ചോദിക്കാം. റൈറ്റ് ലെഫ്റ്റ് റൊട്ടേഷൻ. അപ്പൊ വെറുതെ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെയാണ് ഹൈറ്റ് ബാലൻസ് ചെയ്യുന്നതെന്ന് വെച്ചാല് റൊട്ടേഷനിലൂടെയാണ് അവർ ഹൈറ്റ് ബാലൻസ് ചെയ്യുന്നത്. പിന്നെന്താണ്, നമ്മൾ ലെഫ്റ്റ് മൈനസ് റൈറ്റ് ചെയ്യുമ്പം ഒരു ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കലില്ലേ, ഓർമ്മയുണ്ടോ? -1 0 1 1നേക്കാളും കൂടുതലാവാൻ പാടില്ല. എന്ത്, ഒരു ട്രീയുടെ ലെഫ്റ്റ് മൈനസ് റൈറ്റ് ചെയ്യുമ്പോൾ 1നേക്കാളും കൂടാൻ പാടില്ല. ലെഫ്റ്റ് മൈനസ് റൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ് ട്രീ കാനോട്ട് ബി മോർ ദാൻ 1. അങ്ങനെ ലെഫ്റ്റ് ഹൈറ്റ് മൈനസ് റൈറ്റിലെ ഹൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. വെറുതെ ടേംസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അൽഗോരിതം റൊട്ടേഷൻ ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ ബാലൻസ് ഫാക്ടർ എന്താണ്, ലെഫ്റ്റ് മൈനസ് റൈറ്റ് ഹൈറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ബാലൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് സെൽഫ് ബാലൻസ് ചെയ്യുന്നത്? ത്രൂ റൊട്ടേഷൻ. പിന്നെ ഈ എക്സാമ്പിൾസ് ഓർക്കുക. റെഡ് ബ്ലാക്ക് ട്രീയും ഏവിയൽ ട്രീ ആണ് ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ. ലെഫ്റ്റ് റൈറ്റ് മൈനസ് ചെയ്യുന്ന എങ്ങനെ, ഇത് 1 2 3. ഈ 12ന്റെ അടുത്ത് എത്രയാ ബാലൻസ് ഫാക്ടർ? 1 2 3. ഇപ്പുറത്ത് നോക്കുമ്പോ 1 2. അപ്പൊ എങ്ങനെയാ ബാലൻസ് ഫാക്ടർ? 12ന്റെ അടുത്ത് നോക്കുമ്പോ 3 മൈനസ് 2 1. മനസ്സിലാവുന്നുണ്ടോ? ലെഫ്റ്റിലുള്ള എഡ്ജസ് മൈനസ് റൈറ്റിലുള്ള മാക്സിമം എഡ്ജ്. ലെഫ്റ്റിലുള്ള മാക്സിമം എഡ്ജ് മൈനസ് റൈറ്റിലുള്ള മാക്സിമം എഡ്ജ്. 8ന്റെ ഭാഗത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ബാലൻസ് ഫാക്ടർ എങ്ങനെ? 1 2 2 മൈനസ് ഇവിടെ എത്രയുണ്ട്? 1. ലെഫ്റ്റിലുള്ളത് മൈനസ് റൈറ്റിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാനിട്ടാണോ ഞാൻ ഒന്നുകൂടി പറഞ്ഞു? ബാലൻസ് ഇവിടുത്തെ ബാലൻസ് ഫാക്ടർ എത്ര വരും? 18ന്റെ അടുത്ത് 1 minus 0. 1. അപ്പൊ ഇതൊക്കെ ഒന്ന് വെറുതെ ആ ടേംസ് മാത്രം ഓർക്കാൻ വേണ്ടിട്ട് വെച്ചതാണ്. സെൽഫ് ബാലൻസിങ് ട്രീ ഏതൊക്കെയാന്ന് വെച്ചാൽ ആർബിട്രറി ഉണ്ട്, ഏവിയൽ ട്രീ ഉണ്ട്. ഓർഡർ ഓഫ് ലോഗ് n ആണ് അതിന്റെ ഇൻസേർഷനും ഡിലീഷനും ഒക്കെ ഓർഡർ ഓഫ് ലോഗ് n ആണ്. ഹൈറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലോഗ് n തന്നെയാണ്. പിന്നെന്താ, റൊട്ടേഷനിലൂടെയാണ് ഹൈറ്റ് ബാലൻസ് ചെയ്യുന്നത്. പിന്നെ ബാലൻസ് ഫാക്ടർ ഉണ്ട്. ഇത് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മുമ്പ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ച് ട്രീ? ഏതാ? ഏവിയൽ.